വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ബോയ് ഫോർ റെന്റ് എന്ന ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബാറ്റ്സ് നൽകിയ ഡ്രസ്സും ധരിച്ചിറങ്ങി വന്ന സ്മൈലിനെ അവൻ പോലും ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പോകുന്നുണ്ട്. ഈ ഹെയർ സ്റ്റൈലും കണ്ണടയും ഇതിനൊപ്പം ചേരുന്നില്ല എന്ന് പറഞ്ഞ് അവൻ അവളുടെ മുടി അഴിച്ചെടുക്കുകയും കണ്ണട ഊരിമാറ്റുകയും ചെയ്യുന്നു. ലിപ്സ്റ്റിക്കിന്റെ കളർ കൂടി മാറ്റണം എന്ന് പറഞ്ഞ് അവൻ ചുവന്ന കളർ ലിപ്സ്റ്റിക്ക് കൂടി അവൾക്ക് നൽകുന്നു. കണ്ണാടി ഇല്ലാത്തതിനാൽ സ്മൈലിന് അത് ശരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ബാറ്റ്സ് അവൾക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങുന്നു. അവളുടെ ചുവന്ന ചുണ്ടുകൾ കണ്ടപ്പോൾ ബാറ്റ്സ് അറിയാതെ മുന്നോട്ട് വന്ന് അവളെ കിസ് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്റ്സിന്റെ മുഖം അടുത്ത് കണ്ടപ്പോൾ മുതൽ കണ്ണടച്ചിരിക്കുകയായിരുന്ന സ്മൈൽ പെട്ടെന്ന് കണ്ണു തുറന്ന് അമ്പരപ്പോടെ നോക്കുന്നതിനാൽ ബാറ്റ്സ് പുറകിലേക്ക് മാറിയിട്ട് അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് സോറി പറയുന്നു. വേഗം റെഡിയാകാൻ പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവർ ക്ലാസ്സിലെത്തിയപ്പോൾ കൈറയോട് പറഞ്ഞ സമയമാകാൻ പിന്നെയും 20 മിനിറ്റ് കൂടി ബാക്കിയുണ്ടായിരുന്നു. ടെൻഷൻ കാരണം എൻ്റെ കൈയും കാലുമെല്ലാം വിയർക്കുകയാണ് എന്ന് സ്മൈൽ പറഞ്ഞപ്പോൾ അവളുടെ ടെൻഷൻ കുറയ്ക്കാൻ അവൻ്റെ ഒരു പാട്ട് പാടിക്കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സ്മൈൽ കുറച്ച് റിലാക്സ് ആകുന്നുണ്ട്. സമയമായപ്പോൾ ഞാൻ അടുത്ത റൂമിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ബാറ്റ്സ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. പക്ഷെ പറഞ്ഞ സമയം കഴിഞ്ഞ് പിന്നെയും കുറേ കഴിഞ്ഞിട്ടും കൈറോ എത്തുന്നില്ല. ബാറ്റ്സ് ക്ഷമ നശിച്ച് സ്മൈലിനടുത്തെത്തി അവൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ, അവനിങ്ങനെ പറഞ്ഞു പറ്റിക്കേണ്ട കാര്യമുണ്ടോ, നിനക്ക് അവനെ വിളിച്ചു നോക്കായിരുന്നില്ല എന്ന് ചോദിച്ച് ചൂടാകുന്നു. വിളിക്കുമ്പോൾ വരില്ല എന്ന് പറഞ്ഞാലോ എന്ന് പേടി കാരണം വിളിക്കാനുള്ള ധൈര്യമില്ല എന്ന് സ്മൈൽ പറയുന്നു. ബാറ്റ്സ് അവളുടെ ഫോൺ വാങ്ങി വിളിച്ചു നോക്കിയെങ്കിലും നോട്ട് അവൈലബിൾ ആണ് പറഞ്ഞത്. സ്മൈൽ മാറിയിരുന്ന് സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങുന്നു. ബാറ്റ്സ് അടുത്ത് ചെന്ന് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് സ്മൈൽ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ സ്മൈൽ കരച്ചിലൊക്കെ നിർത്തി അവൻ ഇനി വരാനൊന്നും പോകുന്നില്ല, നമുക്ക് മടങ്ങിപ്പോകാമെന്ന് പറയുന്നു. നമ്മൾ വന്ന സ്ഥിതിക്ക് വെറുതെ പോകുന്നത് ശരിയല്ല, എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ബാറ്റ്സ് എഴുന്നേറ്റ് പോയി തിരിയുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ ബിയറിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു കുപ്പിയെടുത്ത് ഇത് എനിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ സ്മൈലിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ആരോ വരുന്ന ശബ്ദം കേട്ടത്. കൈറോ ആയിരിക്കും. ഇനിയിപ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ കുറച്ച് മാറി ഒളിച്ചിരിക്കുന്നു. കൈറോ കയറി വന്ന് താമസിച്ചതിന് സോറി പറയുന്നു. സ്മൈൽ കരയുകയായിരുന്നു എന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. വരാമെന്ന് വാക്ക് പറഞ്ഞിട്ട് ഞാൻ പറ്റിക്കുമെന്ന് കരുതിയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. സ്മൈൽ പറഞ്ഞതനുസരിച്ച് അവൻ അവൾക്ക് ഗിത്താർ വായിക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു. ബിയർ ഇടയ്ക്കിടെ സിപ്പ് ചെയ്തുകൊണ്ട് ബാറ്റ്സ് മറിഞ്ഞിരുന്ന് അവരെ നിരീക്ഷിക്കുകയാണ്. ഇടയ്ക്ക് കൈറോ സ്മൈലിനെ കിസ് ചെയ്യാനായപ്പോൾ ബാറ്റ്സ് അറിയാതെ അവൻ്റെ കയ്യിൽ നിന്ന് കുപ്പി ചമർത്തുന്നുണ്ട്. ചെറിയ ശബ്ദത്തോടെ ബിയർ പുറത്തേക്ക് തെറിക്കുന്നതിനാൽ അവിടെ ആരോ ഉണ്ട് എന്ന് കൈറോയ്ക്ക് മനസ്സിലാകുന്നു. അവസാനം ബാറ്റ്സിന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നു. അവനെ എന്തിനാണ് ഈ മുറിക്കുള്ളിൽ കയറിയതെന്ന് ചോദിച്ച് കൈറോ ദേഷ്യപ്പെടുന്നു. എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് ബാറ്റ്സ് ഒരു വിധത്തിൽ കൈറോയെ വിശ്വസിപ്പിക്കുന്നു. ഇന്നിനി മൂടില്ല, മറ്റൊരു ദിവസം പഠിപ്പിക്കാമെന്ന് സ്മൈലിനോട് പറഞ്ഞിട്ട് കൈറോ അവിടെ നിന്ന് പോകുന്നു. ഞങ്ങൾ കിസ് ചെയ്യേണ്ടതായിരുന്നു, നീ കാരണമാണെല്ലാം നശിച്ചത് എന്ന് പറഞ്ഞ് സ്മൈൽ ബാറ്റ്സിനോട് ദേഷ്യപ്പെടുന്നു. അവൻ കിസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നീ കണ്ണടയ്ക്കുന്നത് ഞാൻ കണ്ടിരുന്നു, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അവൻ അപ്പോൾ തന്നെ പോയേനെ, അതിൽ നിന്നും ഞാൻ രക്ഷിച്ചില്ലേ, അപ്പോൾ എനിക്ക് താങ്ക്സ് പറയണ്ടേ എന്ന് പറഞ്ഞ് തൽക്കാലം സ്മൈലിനെ ഒതുക്കുന്നുണ്ട്. അവളെ റൂമിൽ കൊണ്ടാക്കാനും അവൻ പോകുന്നുണ്ട്. ലിസിൻ്റെ ബാൻഡ് ഗ്രൂപ്പിലെ ഫ്രണ്ട്സിനോട് ചോദിച്ചറിഞ്ഞ് കൈറോ ലിസിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവൾ അപ്പോഴും ബാറിലിരുന്ന് കുടിക്കുകയാണ്. കൈറോ അവിടേക്ക് വന്ന് എന്തിനാണ് എന്ന് ചോദിച്ചവൾ ദേഷ്യപ്പെട്ടെങ്കിലും എപ്പോഴത്തെയും പോലെ അവൻ അത്ര കാര്യമാക്കുന്നില്ല. ബാറ്റ്സിൻ്റെ കാര്യം പറഞ്ഞ് ലിസ് പതിവ് പോലെ കരച്ചിൽ തുടങ്ങുന്നു. കൈറോ അവളുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടുകൊണ്ടാണ് ബാറ്റ്സ് ലിസിനെ അന്വേഷിച്ച് അവിടെ എത്തിയത്. കൈറോയുടെ പുറം മാത്രമേ അവൻ കാണുന്നുള്ളൂ. ആരാണത് എന്നവന് മനസ്സിലാകുന്നില്ല. ലിസിൻ്റെ ഫോണിലേക്ക് അവനപ്പോൾ വിളിച്ചു നോക്കുന്നു. നീ ഇത്ര നേരം എവിടെയായിരുന്നു? പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയമായി എന്ന് ഫോണിലേക്ക് നോക്കി ദേഷ്യപ്പെട്ട് ലിസ് ഫോൺ വലിച്ചെറിയാൻ തുടങ്ങിയപ്പോൾ കൈറോ അവളുടെ കയ്യിൽ പിടിക്കുന്നു. വേറത്തെ ലിസിൻ്റെ കയ്യിൽ പിടിച്ചത് ബാറ്റ്സിനെ ചുടിപ്പിക്കുന്നുണ്ട്. അവൻ അവർക്കരികിലേക്ക് പോകാൻ മുന്നോട്ടാഞ്ഞെങ്കിലും ബ്രേക്ക് എടുക്കാൻ ലിസ് പറഞ്ഞത് ഓർമ്മിച്ചുകൊണ്ട് തിരികെ പോകുന്നു. പുറത്തിറങ്ങി ടാമിനെ വിളിച്ച് ലിസ് ഇരിക്കുന്ന ബാർ പറഞ്ഞു കൊടുത്ത് അവളത് പിക്ക് ചെയ്യാമോ, എനിക്ക് മറ്റൊരു അത്യാവശ്യമുള്ളത് കൊണ്ടാണ് എന്നവൻ പറയുന്നു. പോകാമെന്ന് ടാം സമ്മതിക്കുന്നുണ്ട്. കൈറോ അപ്പോഴേക്കും ലിസിനെ താങ്ങി പിടിച്ച് കാറിലെത്തിച്ചിരുന്നു. അപ്പോഴാണ് ടാം അവളെ അന്വേഷിച്ച് വിളിച്ചത്. ബാറ്റ്സ് വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ അവൻ എന്നെ കണ്ടപ്പോൾ നിന്നെ വിളിച്ചു പറയാതെ നേരിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി കൂടായിരുന്നു. ഇനിയിപ്പോൾ പ്രശ്നമില്ല, ഞാനിപ്പോൾ കൈറോയ്ക്കൊപ്പമാണെന്ന് ലിസ് പറയുന്നു. ബാറ്റ്സ് ഇനി വിളിച്ചാൽ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ടാം ഫോൺ വയ്ക്കുന്നു. ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് ഡ്രോപ്പ് ചെയ്യാം എന്ന് കൈറോ പറഞ്ഞപ്പോൾ എന്നെ ദൂരെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയാൽ മതിയെന്ന് ലിസ് പറയുന്നു. ലിസിനെ പിക്ക് ചെയ്തോന്നറിയാൻ ബാറ്റ്സ് ടാമിനെ വീണ്ടും വിളിക്കുന്നുണ്ട്. ഞാൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നതിനാൽ പെട്ടെന്ന് എത്താൻ പറ്റി, അവളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ടാം പറഞ്ഞപ്പോൾ നീ ചെല്ലുമ്പോൾ അവൾക്കരികിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ബാറ്റ്സ് ചോദിക്കുന്നു. ഞാൻ ആരെയും കണ്ടില്ല എന്നാണ് ടാം പറഞ്ഞത്. ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നാറുള്ളപ്പോഴൊക്കെ സ്ഥിരമായി പോകാറുള്ള സ്ഥലത്തേക്കാണ് കൈറോ ലിസിനെയും കൊണ്ട് പോയത്. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ തോന്നുമ്പോൾ ഞാൻ കടൽ തീരത്തേക്കാണ് പോകാറുള്ളത്. നിനക്കും ഒറ്റയ്ക്കിരിക്കാൻ തോന്നുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? ഗേൾസിൻ്റെ വിഷയമാണോ എന്ന് അവൾ ചോദിക്കുന്നു. അക്കാര്യത്തിൽ ഞാനിതുവരെ വിഷമിച്ചിട്ടേ ഇല്ല എന്നവൻ പറഞ്ഞപ്പോൾ ഫാമിലി ഇഷ്യൂസ് ആണോ എന്നവൾ ചോദിക്കുന്നു. അവൻ മറുപടി പറഞ്ഞില്ലെങ്കിലും അതുതന്നെയാണ് വിഷയം എന്നവൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. കൈറോ പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. നീ ഇവിടേക്ക് ഒരുപാട് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടാവുമല്ലോ, ഞാനതിൽ എത്രാമത്തെയാണ് എന്നൊക്കെ ലിസ് അവനെ കളിയാക്കി ചോദിക്കുന്നുണ്ട്. എത്ര പേരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എനിക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല, പക്ഷെ നീ അവസാനത്തേതാണ് എന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യാനായി മുന്നോട്ടായുന്നുണ്ട്.
പക്ഷേ ലിസ് അപ്പോഴേക്കും ഉറങ്ങി അവൻ്റെ തോളിലേക്ക് വീഴുന്നു. സ്മൈൽ ബാർട്സ് വാങ്ങിയ ഡ്രസ്സ് തിരികെ കൊടുക്കാൻ അവൻ്റെ റൂമിലെത്തിയപ്പോഴാണ് അവൻ കുടിച്ച് ലെവലില്ലാതെ നിൽക്കുന്നത് കണ്ടത്. ഗേൾഫ്രണ്ടിൻ്റെ വിഷയമാണെന്ന് സ്മൈൽ ചോദിച്ചപ്പോൾ നീ എന്തിനാണ് അതൊക്കെ അറിയുന്നത്? ഡ്രസ്സ് തന്നില്ലേ, ഇനി നിൻ്റെ റൂമിലേക്ക് പോകാൻ പറഞ്ഞ് ബാർട്സ് അവളെ തള്ളിവിടുന്നു. പക്ഷേ സ്മൈൽ പോകാൻ തയ്യാറാകാതെ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നതിന് പകരം ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം നിനക്ക് ഗേൾഫ്രണ്ടിനോട് തുറന്നു പറഞ്ഞുകൂടെ എന്നവൾ ചോദിക്കുന്നു. പറയാൻ പറ്റിയ നല്ല ജോലിയാണിത് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഈ ജോലി ചെയ്യുന്നത് എന്നവൻ പറയുന്നു. പിന്നെ എന്താണ് കാരണമെന്ന് സ്മൈൽ ചോദിക്കുന്നു. ബാർട്സിൻ്റെ സിസ്റ്റർ ബോണി കാരണമാണ് അവനവിടെ എത്തിപ്പെട്ടത്. ബോണിയെ അവിടെ തടവിൽ വെച്ചിട്ട് ജേഡൻ്റെ ആൾക്കാർ ബാർട്സിനെ അവിടേക്ക് തട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ചെന്നപ്പോഴാണ് ബോണി അവരുടെ കമ്പനിയിൽ ഒരു ബോയിയെ റെൻറ്റിനെടുത്തിരുന്നുവെന്നും അതിൻ്റെ കാശ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവളെ പിടിച്ചു വച്ചിരിക്കുകയാണെന്നുമൊക്കെ ബാർട്സ് അറിയുന്നത്. അനിയത്തിയുടെ കടം വീട്ടാൻ ജേഡൻ 2 ഓപ്ഷൻ അവന് കൊടുക്കുന്നു. ഒന്നുകിൽ ആ കടം തീരുന്നവരെ ബാർട്സ് അവിടെ ജോലി ചെയ്യണം. അത് പറഞ്ഞപ്പോൾ ബാർട്സ് അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ നശിച്ച പണി ചെയ്യാൻ എന്നെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ 2ാമത്തെ ഓപ്ഷൻ പണം തരാനുള്ളവരുടെ ജീവൻ ഞാൻ എടുക്കും എന്ന് പറഞ്ഞ അയാൾ അനുയായികളെ കൊണ്ട് അവൾക്ക് നേരെ തോക്ക് ചൂണ്ടിക്കുന്നു. അവസാനം ബാർട്സ് മറ്റു വഴിയില്ലാതെ അവർക്കൊപ്പം ജോലി ചെയ്യാമെന്ന് സമ്മതിച്ചതാണ്. അങ്ങനെയാണ് അവനവിടെ എത്തിപ്പെട്ടത്. ഈ വിവരം മറ്റാരോടെങ്കിലും പറഞ്ഞാൽ അനിയത്തിയുടെ ജീവൻ അപകടത്തിലാവുമെന്നും ജേഡൻ വാണിംഗ് കൊടുത്തിരുന്നു. എൻ്റെ ഗേൾഫ്രണ്ട് ഈ വിവരമൊക്കെ അറിഞ്ഞാൽ എന്നെ സഹായിക്കാൻ ശ്രമിച്ചേക്കും, പക്ഷേ അത് അവളുടെ ജീവന് ഭീഷണിയാണെന്ന് ബാർട്സ് സ്മൈലിനോട് പറയുന്നു. ഒരു ദിവസം അവൾ നിൻ്റെ ഈ വിവരമെല്ലാം തിരിച്ചറിഞ്ഞ് നിൻ്റെ അടുത്തേക്ക് മടങ്ങി വരും എന്ന് പറഞ്ഞ് സ്മൈൽ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ബാർട്സ് ഉറങ്ങി അവളുടെ മടിയിലേക്ക് വീഴുന്നുണ്ട്. അവൾ അവനെ എഴുന്നേൽപ്പിക്കാൻ കുറേ ശ്രമം നടത്തിയെങ്കിലും നടക്കുന്നില്ല. അടുത്ത ദിവസം രാവിലെ ബാർട്സ് ഉണർന്നപ്പോഴാണ് സ്മൈലിൻ്റെ മടിയിലാണ് കിടക്കുന്നതെന്ന് അറിയുന്നത്. കൂവി വിളിച്ചുകൊണ്ടാണ് അവൻ ചാടി എഴുന്നേൽക്കുന്നത്. അങ്ങനെയൊന്ന് ഉറങ്ങിപ്പോയിരുന്ന സ്മൈലും അപ്പോഴാണ് ഉണർന്നത്. ബാർട്സ് സ്മൈലിനോട് കുറേ തവണ സോറി പറയുന്നു. നീ ഉണരുന്നതും കാത്തിരുന്നതും ഞാനും ഉറങ്ങിപ്പോയി, എന്നാലും കുഴപ്പമില്ല എന്ന് സ്മൈൽ പറയുന്നു. അപ്പോഴാണ് ഡ്രാമയുടെ റിഹേഴ്സൽ ഉണ്ടല്ലോ, ഇപ്പോൾ തന്നെ ലേറ്റ് ആയല്ലോ എന്ന് ബാർട്സ് ഓർക്കുന്നത്. അവൻ ഇപ്പോഴും തലേന്ന് രാത്രിയിലെ ഹാങ് ഓവർ ആയതിനാൽ തനിച്ച് പോകേണ്ട, സഹായത്തിന് ഞാനും കൂടെ വരാമെന്ന് സ്മൈൽ പറയുന്നു. ബാർട്സ് വേണ്ടെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോകാൻ എഴുന്നേറ്റെങ്കിലും വെച്ച് അവൻ വീഴാൻ തുടങ്ങുന്നു. ഇതുകൊണ്ടാണ് ഞാനും വരാമെന്ന് പറഞ്ഞത്, ഇനി എതിർപ്പൊന്നും പറയണ്ട, വേഗം റെഡിയാകാൻ സ്മൈൽ പറയുന്നു. ലിസ് രാവിലെ കണ്ണുറന്ന് നോക്കിയപ്പോൾ മുന്നിൽ കടത്തീരം കടിഞ്ഞെട്ടുന്നു. എന്തിനാണെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചവൾ കയറോട് ദേഷ്യപ്പെട്ടപ്പോൾ ദൂരെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാനല്ലേ നീ പറഞ്ഞത്? നിനക്ക് കടൽ ഇഷ്ടമാണെന്ന് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവൻ പറയുന്നു. അവളുടെ ദേഷ്യം കുറച്ച് തണുക്കുന്നുണ്ട്. കണ്ടത് മതി, ഇനി മടങ്ങിപ്പോകാമെന്നവൾ പറഞ്ഞപ്പോൾ ഇത്ര ദൂരം വന്നിട്ട് കടലിൽ ഇറങ്ങാതെ പോകുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞവൻ വണ്ടിയിൽ നിന്നിറങ്ങുന്നു. ഞാൻ സ്വിമ്മിങ് സ്യൂട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഞാൻ വരുന്നില്ല, നീ പോകുന്നെങ്കിൽ പോയിട്ട് വരാൻ ലിസ് പറഞ്ഞെങ്കിലും അവൻ അവളെ പൊക്കിയെടുത്ത് കടലിൽ കൊണ്ടിടുന്നു. ലിസിൻ്റെ മൂഡ് ഓഫ് കുറച്ച് മാറി അവളൊന്ന് ഫ്രഷ് ആകുന്നുണ്ട്. കുറച്ച് ദൂരെയായി കണ്ട ഒരു പാറക്കെട്ടിലേക്ക് ഒരു നീന്തൽ മത്സരം നടത്താം എന്ന് കൈറോ പറഞ്ഞപ്പോൾ ലിസ് എതിർക്കുന്നു. അവൾക്ക് നീന്തൽ അറിയില്ല എന്ന് മനസ്സിലായപ്പോൾ കൈറോ അവളോട് പുറത്ത് കയറിക്കോളാൻ പറയുന്നു. ബാർട്സ് റിഹേഴ്സൽ ചെയ്യുന്നതിന് മുന്നിൽ റിഹേഴ്സലും കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്മൈൽ. റോമിയോയുടെ റോളാണ് ബാർട്സിന്. അവൻ്റെ മൂഡ് തീരെ ശരിയല്ലാത്തത് കൊണ്ടാകാം വെറുതെ ഡയലോഗ് കാണാതെ പഠിച്ച് പറയുന്നതല്ലാതെ ഒട്ടും റൊമാൻറ്റിക് ഫീൽ വരുത്താൻ അവന് കഴിയുന്നില്ല. ഡയറക്ടർ അവനോട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിൻ്റെ ഗേൾഫ്രണ്ടാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് കരുതി കുറച്ചുകൂടി റൊമാൻറ്റിക്കായി ഡയലോഗ് പറയാൻ ഡയറക്ടർ അവനോട് പറയുന്നു. അടുത്ത തവണ മുന്നിൽ നിൽക്കുന്നത് ലിസ്സാണ് എന്ന് ബാർട്സിന് തോന്നിപ്പോകുന്നു. അവനൊന്നുകൂടി മൂഡ് ഓഫ് ആവുന്നതിനാൽ ആരോടും ഒന്നും പറയാതെ അവൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. സ്മൈൽ സ്ക്രിപ്റ്റിൻ്റെ കോപ്പിയും കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇന്നലത്തെ നിൻ്റെ അനുഭവം വെച്ച് ഇന്ന് ഇങ്ങനെ ഒരു റോൾ ചെയ്യാൻ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നെനിക്ക് മനസ്സിലാകും, എനിക്കാണെങ്കിലും അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞ് സ്മൈൽ അവനെ ആശ്വസിപ്പിക്കുന്നു. എനിക്ക് പകരം മറ്റാരെങ്കിലും കണ്ടെത്താൻ ഞാൻ പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് ബാർട്സ് പോകാൻ തുടങ്ങിയപ്പോൾ സ്മൈൽ അവനെ പിടിച്ചു നിർത്തിയിട്ട് നാടകത്തിന് ഈ ഒരാഴ്ച പോലും ഇല്ല, ഈ അവസാന നിമിഷം നിനക്ക് പകരം ഒരാളെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവർ വളരെ ബുദ്ധിമുട്ടിലാകും. ഞാൻ കാരണം നീ ഈ റോൾ ചെയ്യാതിരുന്നാൽ എനിക്കും എന്നോട് ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ എൻ്റെ കൂടെ ഡയലോഗ് ഒന്ന് പഠിച്ചു നോക്ക്, ഞാനാകുമ്പോൾ നിനക്ക് ഒരുപാട് പ്രഷർ തോന്നാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അവൾ സ്ക്രിപ്റ്റിൻ്റെ ഒരു കോപ്പി അവന് നീട്ടുന്നു. അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അവനും സമ്മതിക്കുന്നു. സ്മൈൽ ഡയലോഗ് പറയുന്നത് കേട്ടപ്പോൾ ബാർട്സിന് സത്യത്തിൽ ചിരി വരുന്നുണ്ട്. എന്നോട് നന്നായി ചെയ്യാൻ പറഞ്ഞിട്ട് നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മയക്കം പിടിച്ച് നിൽക്കാറുള്ള ഞാൻ ആദ്യമായിട്ടാണ് ഡയലോഗ് പറയുന്നത്, ഞാൻ അഭിനയിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ പെർഫെക്ഷൻ ഒന്നും കാര്യമാക്കേണ്ട, നീ നന്നായി ചെയ്താൽ മതി എന്ന് അവൾ പറയുന്നു. കുറേ സമയം അവർ റിഹേഴ്സൽ ചെയ്യുന്നുണ്ട്. സ്മൈലിൻ്റെ ഓവർ ആക്ടിങ് കാരണം ബാർട്സ് പലതവണ ചിരിച്ചു പോകുന്നുണ്ട്. റൊമാൻസും വളരെ നന്നായി ചെയ്യാനും കഴിയുന്നു. ഇപ്പോൾ നിൻ്റെ മൂഡ് ഓക്കെ ആയിട്ടുണ്ട്, നീ അകത്തേക്ക് പോയിക്കോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും വാങ്ങി വരാമെന്ന് പറഞ്ഞ് സ്മൈൽ പുറത്തേക്ക് പോകുന്നു. ബാർട്സ് ഡയറക്ടറോട് സോറി പറഞ്ഞ് മെസ്സേജ് അയച്ച് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് നീ ബിസിയാണെന്ന് പറഞ്ഞിട്ട് ഗേൾഫ്രണ്ടിനൊപ്പം ബീച്ചിൽ നിൽക്കുന്നത് കണ്ടല്ലോ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിൻ്റെ മെസ്സേജ് അവന് വന്നത്. ഒപ്പം ലിസിനൊപ്പം കൈറോ പുറന്നിരിക്കുന്ന ഒരു ഫോട്ടോയും ഫ്രണ്ട് അയച്ചു കൊടുക്കുന്നു. ബാർട്സ് ആയിരിക്കും അതെന്നാണ് ഫ്രണ്ട് കരുതിയത്. ഞാനൊരു ട്രിപ്പിലായതുകൊണ്ടാണ് അടുത്തേക്ക് വരാൻ പറ്റാഞ്ഞത് എന്നും ഫ്രണ്ട് അറിയിക്കുന്നു. ലിസ് മറ്റൊരു ചെക്കനൊപ്പം കടലിൽ കളിച്ച് രസിക്കുന്ന ഫോട്ടോ കണ്ട് ബാർട്സ് ആകെ മൂഡ് ഓഫായി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.
ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.